അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവോസ്തരവനായ ഈശോയെ, ഈ പ്രഭാത ആരാധനയിൽ വലിയ പ്രത്യാശയോടെ വലിയ അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ സമയം തിരുസനിൽ വന്നു കൂടിയിരിക്കുന്ന ഓരോ മകനെയും മകളെയും കുടുംബത്തെയും സമൂഹത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുവോസ്തരവനായ ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു പുതിയ പെന്തക്കോസ്ത് അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു പുതിയ പെന്തക്കോസ്ത് അഭിഷേകം ഈ ഒരു ശുശ്രൂഷ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയിലും ഈ സമയം വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് തിരുവോസ്തരവനായ ഈശോയെ നമുക്ക് നേർന്ന് ആരാധിക്കാം. പെന്തക്കോസ്തികമായ ധ്യാനത്തിന് 3-ാം ദിവസമായി ഇന്ന് തിരുവചനം വെച്ച് പ്രത്യേകമായി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പഴയ നിയമത്തിലെ ന്യായാധിപന്റെ പുസ്തകം 14-ാം അധ്യായം 6-ാം വചനം വെച്ചാണ്. തിരുവചനം ഇപ്രകാരമാണ് പറയുക: കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയായി ആവസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തിയിലും വന്ന് നിറഞ്ഞാൽ മാത്രം പോരാ. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആവസിച്ചാൽ മാത്രം പോരാ. തിരുവചനം വീണ്ടും നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എങ്ങനെ കടന്നു വരണം, എങ്ങനെ വന്ന് ആവസിക്കണം, ശക്തമായി വന്ന് ആവസിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇതുവരെയും ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ആവസിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ് നമ്മുടെ ജീവിതത്തിൽ നാമം മാത്രമാണ് എങ്കിൽ, ആത്മാവിൻ്റെ നിറവ് ഇതുവരെയും ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ, ന്യായാധിപന്റെ പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ വചനം വെച്ച് നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഈ സമയം ഞങ്ങളുടെ മേൽ ശക്തമായി വന്ന് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഏത് വ്യക്തിയും ശക്തമായി വന്ന് ആവസിക്കണമെന്ന് ആഗ്രഹിച്ച് ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്നുവോ, കുടുംബം പ്രാർത്ഥിക്കുന്നുവോ, സമൂഹം പ്രാർത്ഥിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് ആത്മാവ് കടന്നു വരും. എങ്ങനെയാണ് ആത്മാവ് കടന്നു വരിക? തിരുവചനം പറയുന്നു, ആത്മാവ് കടന്നു വരിക ശക്തമായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരിലോ, നമ്മുടെ വ്യക്തി ജീവിതത്തിലോ, നമ്മുടെ കുടുംബാംഗങ്ങളിലോ, നമ്മുടെ സഹപ്രവർത്തകരിലോ, പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഇതുവരെയും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിച്ചിട്ടില്ല എങ്കിൽ, ശക്തമായ ആത്മാവ് കടന്നു വന്നിട്ടില്ല എങ്കിൽ, ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ, ഈ ഒരു ധ്യാനത്തിൻ്റെ 3-ാം ദിവസമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കും: പരിശുദ്ധാത്മാവേ, ശക്തമായി എന്നിൽ വന്ന് ആവസിക്കണമേ. ഇരുകരങ്ങൾ ഈ സമയം നമുക്ക് ഉയർത്തിപ്പിടിക്കാം. തിരുവോസ്തരവനായ ഈശോ നമ്മെ നോക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ആവാസത്തിന് വേണ്ടി, ആത്മാവ് ശക്തമായി ആവസിക്കാൻ വേണ്ടി ഏത് മകൻ, ഏത് മകൾ ആഗ്രഹിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നുവോ, പരിശുദ്ധാത്മാവേ, ഈ സമയം തന്നെ, ഈ നിമിഷം തന്നെ ആ വ്യക്തിയിൽ വന്ന് ശക്തമായി ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ കടന്നുവരവ്, ആത്മാവിൻ്റെ അഭിഷേകം ഈ സമയം ശക്തമായി ആവസിക്കാൻ തടസ്സം നൽകുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും, തടസ്സങ്ങളെയും, അസ്വസ്ഥതകളെയും യേശുവിൻ്റെ നാമത്തെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിടുതൽ ഈ സമയം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിരുനീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ.
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന. എൻ്റെ പേര് ജയ്മോൾ ജീൻസ്. ഞാൻ തൊമ്മൻകുത്തിൽ നിന്നും വരുന്നു. എനിക്ക് 4 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. 2023 എനിക്കൊരിടത്തിൽ ജോർജ് അച്ഛൻ സ്റ്റേജിൽ നിന്നും പറഞ്ഞു, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ സാധിച്ചു തരുമെന്ന്. ഞാൻ ആ സമയം എൻ്റെ ചാച്ചനും അമ്മയും താമസിക്കുന്ന വീട് 3 വർഷമായി വിൽക്കാൻ ശ്രമിക്കുന്നു. ആ സ്ഥലം വിൽപ്പന നടക്കാൻ വേണ്ടി പ്രത്യേകം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ 3 വർഷമായി വിൽക്കാൻ തടസ്സമായ വീടും സ്ഥലവും ഞാൻ ആഗ്രഹിച്ച അതേ തുകയ്ക്ക് തന്നെ വിറ്റു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭവനം വാങ്ങാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. 3-ാമത്തെ സാക്ഷ്യം, എൻ്റെ വലതു കൈയുടെ ചൂണ്ടുവിരലിന് ഒരു തടിപ്പും വേദനയും വന്ന് വിരലനക്കാൻ വയ്യാതെ വരികയും 2 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചിട്ട് കുറയാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ശനിയാഴ്ച ഏകദിന ബൈബിൾ കൺവെൻഷൻ കൂടി മാതാവിനെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. കൈ സുഖമാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് കൈക്കൊരു കുഴപ്പവുമില്ല, മാറിക്കോളും എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ കൈക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് 4-ാമത്തെ സാക്ഷ്യം, എനിക്ക് ചെവിക്കൊരു അസ്വസ്ഥത വന്നപ്പോൾ ഡോക്ടറെ കണ്ടു. ഞരമ്പ് ദ്രവിച്ചതാവാനാണ് സാധ്യത, അങ്ങനെയെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 1 മാസമായി ചെവിക്ക് ഒരു കുഴപ്പവുമില്ല. താബോർ മാതാവ് വഴി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം